ഗ്രാവിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങിയാലേ സട്ടിലായിട്ടുള്ള ലൈറ്റിന്റെ വൈബ്രേഷൻസിലൂടെ തന്നെ കടന്നു പോകാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി, മനസ്സിലായി. ഇത് ഓർഡർ ഇങ്ങനെയാണ്. ഇത് ആരും ഇങ്ങോട്ട് വന്ന് വെച്ച് തെറ്റിക്കാനൊന്നും പറ്റത്തില്ല, മനസ്സിലായ? കാരണം ഇത് കാലത്തിൻ്റെ ഓർഡർ ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ കാലത്തിൻ്റെ ഓർഡർ പെർഫെക്റ്റായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ കാലത്തിന് അതീതമായിട്ടുള്ളത്. പറയും പ്രകാശ്. നമസ്കാരം സെബാസ്റ്റ്യൻ. നമസ്കാരം. എനിക്ക് 2 ചോദ്യം. ഒന്ന്, നിങ്ങൾ നേരത്തെ പറഞ്ഞ് നമ്മള് സറണ്ടർ ചെയ്യണം. രണ്ടാമത് ഇപ്പൊ നിങ്ങൾ സംസാരിച്ച ഈ കോണ്ടാക്ട്, അതിന്റെ തമ്മിലെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയൂ. അതായത് ഫസ്റ്റ് സറണ്ടർ ചെയ്യണം. എന്ത് സറണ്ടർ ചെയ്യണം, എന്തിനും സറണ്ടർ ചെയ്യണം, എന്തുകൊണ്ട് സറണ്ടർ ചെയ്യണം, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. സറണ്ടർ ചെയ്യണം. എന്തുകൊണ്ട് ഞാൻ എന്തിനും സറണ്ടർ ചെയ്യണം? ഐ സറണ്ടർ ടു വാട്ട്? അല്ല, ഇത് ഞാൻ സറണ്ടർ ചെയ്യണം. ഇത് ഫസ്റ്റ് പ്രൈമറി സ്റ്റേജിൽ ഞാനെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചെടുത്തിരിക്കുന്ന ഒരു ഇൻസ്റ്റോൾഡ് സെൽഫുണ്ട്. നമ്മളെ മാതാപിതാക്കളും സമൂഹവും കൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരാളുണ്ട്. അത് യൂണിവേഴ്സ് വളർത്തിയ ആളല്ല, അത് യൂണിവേഴ്സിൻ്റെ ക്രിയേഷനല്ല, സൊസൈറ്റിയുടെ ക്രിയേഷനായിട്ടുള്ള ഒരാളുണ്ട്. ഈ ആളെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്. ഈ ആളെ സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ റിയൽ ക്രിയേഷൻ്റെ യൂണിറ്റിനെ കാണുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, മനസ്സിലായത്? എല്ലാവരും പറയും സറണ്ടർ ചെയ്യണം. ആര് എന്തിന് എവിടെ സറണ്ടർ ചെയ്യണം, മനസ്സിലായി? കാരണം സറണ്ടർ ചെയ്യേണ്ടത് ആ റിയൽ അല്ലാത്ത സെൽഫാണ് സറണ്ടർ ചെയ്യേണ്ടത്. ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും റിയൽ ആണോ റിയൽ അല്ലേന്ന്? റിയൽ അല്ലാത്ത സെൽഫിന് എപ്പോഴും ഫിയർ, സ്ട്രെസ്സ്, ആഗണി, ക്ലാരിറ്റി ഇല്ല, വെസ്റ്റഡ് ഇൻട്രസ്റ്റാണ്, ഇമാജിനേഷനാണ്, ഡ്രീംസാണ്. ഇതെല്ലാം ഫേക്ക് സെൽഫിൻ്റെ കോൺസിക്വൻസാണ്. റിയൽ സെൽഫിന് ഡ്രീമൊന്നുമില്ല. റിയൽ സെൽഫിന് ഡ്രീമിൻ്റെ ആവശ്യമില്ല. കാരണം അത് ഇറ്റ്സ് പാർട്ട് ഓഫ് എവറിത്തിങ്. സോ അതിന് ഡ്രീമിൻ്റെ ആവശ്യമില്ല. അതൊരു ഈ സർവ്വതുമായിട്ട് അലൈൻഡായിട്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് അതിനെന്താണ്, അതിന് ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അത് സർവ്വതുമായിട്ട് സിൻക്രണൈസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഭാഗം വരുന്നത്. മറ്റേ ഫേക്ക് സെൽഫിന് പലതിനെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. മറ്റേ ഫേക്ക് സെൽഫിനാണെങ്കിൽ, ഈ ഇൻസ്റ്റോൾഡ് സെൽഫിനാണെങ്കിൽ ഒരുപാട് തോട്ട്സും കാര്യങ്ങളെല്ലാം വരുന്നു. കാരണം ടച്ചാണ്, കോണ്ടാക്റ്റാണ്. പക്ഷേ കോണ്ടാക്റ്റിനകത്ത് നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് വരുന്നില്ല. കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ത് ചെയ്യണം? ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ നമുക്ക് ഇന്യൂമറബിൾ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു, കുറേ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, കുറേ തീരുമാനങ്ങൾ. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഒരു കാര്യം കണ്ടെത്തി ചെയ്ത് കുറച്ച് ചെല്ലുമ്പോൾ അത് കൊളാപ്സ് ആകുന്നു. കാരണം ഫേക്ക് സെൽഫാണ്. ഫേക്ക് സെൽഫ് സറണ്ടർ ചെയ്താൽ സെയിം ടച്ച് തന്നെയാണ്, പക്ഷേ ഈ ടച്ചിന് റിതമുണ്ട്, ടച്ചിന് ഒരു ഡിസിപ്ലിനുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതെല്ലാം പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മറ്റേത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒന്നെടുക്കുമ്പോൾ മറ്റേത് തലകുത്തും, മനസ്സിലായി? കാരണം ഇത് ഫേക്ക് സെൽഫ് ഇരുന്നുകൊണ്ട് ടച്ചിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ പറ്റത്തില്ല. അപ്പോൾ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ സംഭവിക്കുന്ന പ്രശ്നം എവിടെയാണ്? ഫേക്ക് സെൽഫാണ് ഈ കോണ്ടാക്റ്റിനെ ഡീൽ ചെയ്യുന്നത്. ഫേക്ക് സെൽഫിന് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറയുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മൾ മാതാപിതാ, ഗുരു, ദൈവം. കാരണം അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എന്തെല്ലാം നമ്മൾ ഇൻസ്റ്റോൾ ചെയ്താലും അവരെ ബഹുമാനിക്കുന്നത് വഴി, അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് അവരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. അവരെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ അംഗീകരിക്കുമ്പോൾ നമ്മളുടെ ഫേക്ക് സെൽഫ് അവിടെ ഡിസോൾവ് ആകാതിരിക്കാൻ പറ്റത്തില്ല.
അതാണ് സറണ്ടർ ചെയ്യുമ്പോൾ, അവരുടെ മുന്നിൽ സറണ്ടർ ചെയ്യുമ്പോൾ. ഇനി അവരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് തിരിച്ചറിവില്ലാതിരുന്നപ്പോൾ നമ്മളെ ടേക്ക് കെയർ ചെയ്തിരുന്നത് അവരായതുകൊണ്ടാണ്. അപ്പോൾ അവരിൽ എന്തോ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നേ നമുക്കറിയത്തുള്ളൂ. കാരണം എനിക്കറിവുണ്ടായത് വെരി റീസെൻ്റ്ലിയാണ്. അപ്പോൾ എൻ്റെ അറിവിനേക്കാൾ മെച്ചപ്പെട്ട അറിവ് അവർക്കുണ്ട്, അതിൽ യാതൊരു സംശയം വേണ്ട. യെസ്, അത് മനസ്സിലായി. ഈ കോണ്ടാക്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കാണാം അല്ലേ. ഒന്ന്, കോണ്ടാക്ട് നമ്മളെ സെൻസിങ്, ആ സെൻസിങ്ങില് വളർന്നു വരുന്ന ഒരു ഫേക്ക് സെൽഫ് ഉണ്ട് അല്ലേ. അപ്പോ ആ സെൻസിങ്ങില് ഇടപെടാതെ ഒരു അൺഫേക്ക് സെൽഫ് ഉണ്ട് അല്ലേ. ഒന്നും കൂടി. ഇല്ല, നമ്മൾ ജനിച്ച് വളരുമ്പോ നമുക്ക് കുറെ സെൻസിങ് കോണ്ടാക്ട് ഉണ്ട്, അതിൽ കുറെ ശീലങ്ങൾ വരുന്നുണ്ട്. ആ ശീലങ്ങളുടെ ഒന്നാണ് ഈ ഫേക്ക് സെൽഫ് അല്ലേ. ഓഫ് കോഴ്സ്. അപ്പൊ വേറെ എന്ത് ടൈപ്പ് കോണ്ടാക്ട് ആണ് നമ്മൾ അവിടെ അത് ഡിസ്കവർ, അത് അൺകവർ ചെയ്യാൻ? കണ്ടിന്യൂറ്റി ഇല്ല. കോണ്ടാക്റ്റ് ഉണ്ട്, പക്ഷേ കോണ്ടാക്റ്റ് വരുന്ന സംഭവത്തെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫേക്ക് സെൽഫിനില്ല. ഈ ഫേക്ക് സെൽഫിന് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് സ്ട്രെസ് വരും, സ്ട്രഗിൾ വരും. കോണ്ടാക്റ്റ് വഴിയാണ് വന്നത്. ആരുടെ കോണ്ടാക്റ്റ് വഴി? നമ്മളെ കൈകാര്യം ചെയ്തിരുന്ന അഡൽട്സിൻ്റെ, അവർക്ക് ഒരു അഡൽട്ട് ബോഡി ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ അഡൽട്ട് ബോഡിയാണ് നമ്മളെ കൺട്രോൾ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ബോഡിയിൽ ഇങ്ങനെ ഒരു ഫേക്ക് സെൽഫ് വരാനുള്ള കാരണം ഇതാണ്. നമ്മളെ വളർത്താൻ ശ്രമിച്ചവർ, അവിടെ ഒരു എഫോർട്ട് കൊടുത്ത ആൾക്കാർ, അവരുടെ ഇൻഫ്ലുവൻസിൽ സംഭവിച്ചതാണ്. എക്സാക്ട്ലി. കാരണം നമ്മൾ ടേക്ക് കെയർ പറയുന്നത്, നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരു ദൈവം നമ്മളെ ഡ്രോപ്പ് ചെയ്യണം അല്ലേ. ഇവൻച്വലി അത് ശ്രദ്ധിച്ച് ഡ്രോപ്പ് ചെയ്യണം. എക്സാക്ട്ലി. ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഡ്രോപ്ഡ് ആകും. അപ്പോഴേ നമുക്ക് ശരിക്കും ഇല്ലേ കോണ്ടാക്ട് കിട്ടും. എക്സാക്ട്ലി. അപ്പൊ എപ്പോ ഈ അഡൾട്ട് കോണ്ടാക്റ്റിനെ ഡ്രോപ്പ് ചെയ്യണം നമ്മൾ തിരിച്ചറിയണം. എക്സാക്ട്ലി. അപ്പം ഇവിടെ അഡൾട്ട് എന്ന് പറയുന്നത് കാലമാണ്. ഈ അഡൾട്ട് എന്ന് പറയുന്നത് കാലം മാത്രമാണ്, വേറെ ഒന്നുമില്ല. മനസ്സിലായി? കാലത്തിൻ്റെ ഒരു ഫോർമേഷൻ, ഒരു ഫ്രെയിമാണ് നമ്മൾ പ്രായപൂർത്തിയായെന്ന് പറയുന്നത്. ആ പ്രായപൂർത്തിയായി എന്നുവെച്ചാൽ കാലത്തിൻ്റെ ഭാഗം സൃഷ്ടിച്ച ശരീരം. ഇനി അതിനകത്ത് കാലത്തിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അതിനകത്ത് ഒരു ആൾ ജനിക്കുന്നു. അത് ഈ ഫോർമേഷൻ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ആൾ ജനിക്കത്തുള്ളൂ. ആൾ ജനിക്കാത്ത ആൾക്കാർ അവരെല്ലാം ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗത്ത്. കാരണം ഈ ബോഡിയുണ്ട്, മനസ്സിലായ? ഈ ബോഡി ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തോട്ടാണ്. മനസ്സിലായി? ഈ ബോഡിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അവരെപ്പോഴും ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗത്തായിരിക്കും. അവർക്ക് അതേ പറ്റത്തുള്ളൂ. അവിടെ അതുകൊണ്ടാണ് നമ്മൾ അഡൽട്ട് ബോഡി എന്ന് പറയുന്നത്. ആ അഡൽട്ട് ബോഡി, ഈ അഡൽട്ട് ബോഡി ആയിട്ട് എത്താനുള്ള ക്രൈറ്റീരിയാസ് നമുക്ക് കാലത്തിൻ്റെ പ്രിഫറൻസിൽ കാണും. പക്ഷേ ഇതിങ്ങനെ ഫോമാകാനുള്ള ഭാഗം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ സോൾ എന്ന് നമ്മൾ പറയുന്നത്. കാരണം സോൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സോൾ, അത് മാത്രമേ ഉള്ളൂ. സോൾ അതോറിറ്റി, അത് വേറെ ഒന്നുമില്ല, മറ്റൊന്നുമല്ല ഇതിന്
എല്ലാത്തിനും കാരണം, ഇതിന് സർവ്വതിനും കാരണം ഇതൊന്നു മാത്രമാണ്. ആ സോളോ റൈഡർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ സോൾ ആ ഒരൊറ്റ അർത്ഥത്തിലെടുക്കുക. ഇത് ഒന്ന് മാത്രമാണ് കാരണം. ഈ സർവകാലത്തിലും ഇതൊന്നു മാത്രമാണ്. അവിടെയാണ് ആള് ജനിക്കുന്നത്. അപ്പോൾ അനുഭവത്തിൻ്റെ ഭാഗം മൊത്തം മാറും. കാരണം ഇതെല്ലാം കൂടി സിങ്ക്രണൈസ് ചെയ്ത് നിന്ന് അനുഭവിക്കണം. അപ്പോൾ കൺട്രോൾ പാനൽ എങ്ങോട്ട് മാറി? മനസ്സിലായി? എന്നിട്ട് പല സംഭവങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന് ഈ സ്റ്റേജിലെത്തിയപ്പോൾ ഒരൊറ്റ സംഭവം കൺട്രോൾ ചെയ്യുന്നു. ആ പറയും. അവിടെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈ സോൾ, അത് നിങ്ങൾ പറഞ്ഞില്ല, അതിന് ഒരു ജനനമുണ്ട്. പക്ഷെ അതിന് മരണമില്ലല്ലോ. ഇല്ല, ജനനമുണ്ടെന്ന് നമ്മളുടെ ബുദ്ധിയിൽ ബോധത്തിലുമാണ് ഇതിന് ജനനമുള്ളത്. ആക്ച്വലി അത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. കാരണം നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗത്ത് ഇതിപ്പോൾ ജനിച്ചായിട്ട് തോന്നുന്നു നമുക്ക്. കാരണം അതുവരെ ഇല്ലാണ്ടിരുന്നൊരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അപ്പോൾ തോന്നി ഇത് ജനിച്ചതായിട്ട് തോന്നുന്നു. അത് അത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി സെൻസിൽ ഇത് ജനിച്ചതായിട്ട് തോന്നുന്നു. ആക്ച്വലി അതിന് ജനനവുമില്ല, മരണവുമില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇനി വേറെ ഒന്നും വരാനില്ല. ഇത് പക്ക സിമ്പിൾ കാര്യമാണ്. മനസ്സിലായ? ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കാരണം 10 മണിക്കൂർ ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് 1 മിനിറ്റ് ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി? 1 മിനിറ്റ് ശ്രദ്ധിക്കുന്നതാണ് 10 മിനിറ്റ് ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പം. 10 ദിവസം ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് 1 മിനിറ്റ് ശ്രദ്ധിക്കുന്നത്. മനസ്സിലായി? ഇനി 1/2 മിനിറ്റ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് മോർ റിച്ച്. മനസ്സിലായി? 1/2 മിനിറ്റ് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ ഫ്രാക്ഷനാക്കി 1/4 മിനിറ്റ് ശ്രദ്ധിച്ച് നോക്ക്. അതാണ് മോർ റിച്ച്. അവിടെയാണ് നമ്മുടെ കൂടുതൽ പൊട്ടൻഷ്യൽ ഭാഗം തുടർന്നു വരുന്നത്. നമ്മൾ 10 മിനിറ്റ് ഒരു ദിവസം ഇരുന്ന് ശ്രദ്ധിക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ 1 മിനിറ്റ് ഇരുന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 1 മിനിറ്റ് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ഒരു ദിവസം പോകുന്ന അറിയത്തില്ല. മനസ്സിലായ? അത്രയും സിമ്പിളാണ്. 1 മിനിറ്റിനകത്ത് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ, 1/2 മിനിറ്റിനകത്ത് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ, അങ്ങോട്ട് ശ്രദ്ധ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ഓഫ് ലൈഫ്, ആ കോഡ് ഓഫ് ലൈഫ് നമ്മൾ എഴുതിക്കൊണ്ടുവരണം. അതിനൊരു കോഡുണ്ട്, എന്നാലേ നമുക്ക് 1 മിനിറ്റിനകത്ത് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു കോഡ് വരണം. കോഡില്ലാതെ നമുക്ക് ഈ 1 മിനിറ്റിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതിനൊരു കോഡുണ്ട്. മനസ്സിലായ? ആ കോഡ് പഠിക്കണം. അതിനാണ് ലാംഗ്വേജ്. മനസ്സിലായ? ദർ ആർ ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ലാംഗ്വേജസ്. അങ്ങനെ പലതരത്തിലുള്ള ഭാഷയുണ്ട്. ഓരോ ഭാഷയും ഓരോ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ ആപ്ലിക്കബിളാണ്. ഇപ്പം നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരു ലാംഗ്വേജാണ്. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ 1 മിനിറ്റിനകത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ, 1 മിനിറ്റിനകത്ത് ശ്രദ്ധിക്കണമെങ്കിൽ യു നീഡ് എ പർട്ടിക്കുലർ ടൂൾ ഫോർ ദാറ്റ്. അല്ലാണ്ട് 1 മിനിറ്റിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പല ആൾക്കാരും അവരുടെ ശ്രദ്ധ എവിടെയും 1 ദിവസത്തെ കാര്യം, അല്ലെങ്കിൽ 10 ദിവസത്തെ കാര്യം, വരാൻ പോകുന്ന കാര്യങ്ങൾ, 1 വർഷത്തെ പ്ലാനുകളൊക്കെയാണ് ഇടുന്നത്, 10 വർഷത്തെ പ്ലാനൊക്കെയാണ് ഇടുന്നത്. അവരുടെ ലാംഗ്വേജാണത്. 50 വർഷത്തെ പ്ലാൻ ഇടുന്നു. അപ്പോൾ അങ്ങനെ ഭാഗത്തോട്ട് അവർ കൊണ്ടുവന്നു. നമ്മുടെ പ്ലാൻ 1 മിനിറ്റിനകത്താക്കിക്കേ. ഏതാണ് മോർ പവർഫുൾ? യു ബ്രിങ് യുവർ പ്ലാൻ വിതിൻ 1 മിനിറ്റ്. മനസ്സിലായ? അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ പവർ. മനസ്സിലായ? നമ്മൾ ഒരാളിലും ഇടപെടാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. നമുക്ക് 10 പേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല പവർ. 1000 പേരെ കൺട്രോൾ ചെയ്യുന്നതല്ല പവർ. ആരെയും കൺട്രോൾ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ. ഒരാളെയും കൺട്രോൾ ചെയ്യാണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ആർ വെരി പവർഫുൾ. ഇതൊക്കെ ഓരോ സിലബസിൽ, ഓരോ പർട്ടിക്കുലർ സിലബസ് നമ്മൾ പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാലേ
അടുത്ത സിലബസ് നമ്മളിലോട്ട് വരത്തുള്ളൂ. ഓരോ ടെറൈനും പെർഫെക്റ്റായിട്ട് ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. അത് ഒന്നും ഡിസോർഡറിൽ സംഭവിക്കത്തില്ല. നമുക്ക് പീസ്, ആ സമാധാനം എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജാണ്. അതിൻ്റേതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. ആ ഭാഷ പഠിച്ചാലേ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് സമാധാനം നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? സമാധാനം നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. So these all are very beautiful experience. അപ്പോൾ ലിവിങ് എന്ന് പറയുന്നത് കുറേ ഇൻ്റലിജൻസിൻ്റെ അസോസിയേഷനിൽ സംഭവിക്കുന്നതാണ്. കുറേ വാണ്ടഡ് ഇൻ്റലിജൻസിൻ്റെ അസോസിയേഷനിൽ ലിവിങ് നമുക്ക് പോസിബിൾ ആകത്തുള്ളൂ. അവിടെ അസോസിയേഷൻ ഒരു റിമാർക്കബിളായിട്ടുള്ള ഒരു ഭാഗമാണ് അസോസിയേഷൻ. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്സ് വെച്ചാണ് പ്രോപ്പർ അസോസിയേഷൻ പോസിബിൾ ആകുന്നത്, റിഫൈൻമെൻറ്റ് പോസിബിൾ ആകുന്നത്. ഇതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ റിച്ച്നെസ്സിൽ നിന്നാണ്. അപ്പോൾ റിച്ച്നെസ് എവിടെയുണ്ട്? റിച്ച്നെസ് ഈ എൻവയോൺമെൻറ്റിലുള്ളതാണ്. റിച്ച്നെസ് ഈ എൻവയോൺമെൻറ്റിലുള്ളതാണ്. എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് അവിടെ നിന്ന് പോകത്തില്ല. ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്, ആ പർട്ടിക്കുലർ പ്രോസസ്സ്, ആ ഡയമെൻഷൻ അവിടെ ഉണ്ടെപ്പോഴും. അപ്പം നമ്മൾ ആ പർട്ടിക്കുലർ ഡയമെൻഷനോട്ട് നമ്മുടെ അവെയർനെസ് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പർട്ടിക്കുലർ ഡയമെൻഷനോട്ട് നമ്മുടെ അവെയർനെസ് എത്തിക്കണം. ഇതൊരു ഇൻ്റലിജൻസാണ്. ഇതിന് കോഓപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായി? ഇത് നമ്മൾ കോഓപ്പറേഷൻസ് നടത്തണം. എന്തെല്ലാമായിട്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നോക്കുക. ഇൻറ്റേർണൽ ഓർഗൻസ് കോഓപ്പറേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതിനകത്ത് ബ്യൂട്ടിഫുൾ കോഓപ്പറേഷനാണ് നമ്മളെ വൈബ്രൻ്റ് ആക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവിടെ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അത് ഒരിക്കലും ഫെയ്ഡാകുന്ന ഇൻ്റലിജൻസ് അല്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഇൻ്റലിജൻസ്, ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റാണത്. അതിന് അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട്. പക്ഷേ അത് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ? ഡൈജസ്റ്റീവ് സിസ്റ്റം അടുത്തൊരു ഹയർ ലെവൽ സിസ്റ്റമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സംഭവമായിട്ട്, ഇതിനകത്ത് ഹയർ ആൻഡ് ലോവർ ഒന്നും നമ്മൾ എടുക്കണ്ട. ബട്ട് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ടുഗെദർ. അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ദർ ഈസ് എ ലിവിങ് ബയോളജിക്കൽ ലാംഗ്വേജ് വിതിൻ അസ്. നമ്മൾ അറിയാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ശരീരം അറിയുന്ന ഭാഗമുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മളത് ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ നമ്മളെ സേഫായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ശരീരമാണ്. നമ്മുടെ സൊസൈറ്റി പോലും അറിയാതെ, നമ്മുടെ പാരൻസ് പോലും അറിയാതെ നമ്മുടെ ശരീരം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഹോൾ ബോഡി നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളറിയാത്തത്, ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ നൈറ്റ്മെയർ. നമ്മളറിയണം ഹൗ അവർ ബോഡി ഈസ് പ്രൊട്ടക്റ്റിംഗ് അസ്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ലാംഗ്വേജ്. യെസ് പ്രകാശ്. പറയുമ്പോൾ നിങ്ങൾ ഈ നാച്ചുറൽ എന്ന് പറഞ്ഞു, നേച്ചർ, ഈ ചെടികൾക്ക് പേരുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ നമ്മൾ പേര് കൊടുക്കുന്നു. അപ്പോ ഈ ചെടികളുടെ കൂടെ നമ്മൾ പ്രകൃതിയോട് നിൽക്കുമ്പോൾ ആ പേരില്ലാത്തപ്പോ ഇനി ഒരു ഇന്റലിജൻസ് ഇല്ലേ? ഡെഫിനറ്റ്ലി ഒരു സ്വഭാവമുണ്ട്. അതിനെ കുറിച്ച് പറയൂ. ചിലപ്പോൾ അവിടെ ആയിരിക്കും ചില കോടികൾ. ഓഫ് കോഴ്സ്. ഓക്കെ. സസ്യങ്ങളെന്ന് പറയുന്നത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം വഴി എന്താ പോകുന്നത്? കുറെ ചെടികളല്ലേ?
ഓഫ് കോഴ്സ്. ചിലത് ധാന്യങ്ങളായിട്ടും, ചിലത് ഇലകളായിട്ടും, അല്ലെങ്കിൽ ചിലത് മീനായിട്ടും, ചിലത് ഇറച്ചി, മീറ്റ്. മറ്റേ മീറ്റും ചെടികളെ കഴിച്ച് വളർന്ന മീറ്റാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ ആ കോണ്ടാക്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ കഴിക്കുന്നതായിട്ടും ഋതുമായിട്ടും ഒരു നാച്ചുറൽ കോഡ് ഉണ്ട് അവിടെ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓഫ് കോഴ്സ് നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് ബാക്ടീരിയസും പല കാര്യങ്ങളും ജീവിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ആവശ്യത്തിന് അത് ജീവിക്കുന്നുണ്ട്. അത് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിൽ പലതും ജീവിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഓരോ ജീവിക്കും, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള ഇൻ്റലിജൻസും ഉണ്ട്. അതായത് ഇതിനെ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എൻവയോൺമെൻറ്റുള്ള പ്ലാന്റ് ലൈഫ്, നമ്മുടെ എൻവയോൺമെൻറ്റുള്ള പ്ലാന്റ് ലൈഫുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കണം. ഇപ്പം നമ്മൾ ഈ പറയുന്ന പ്ലാന്റ് ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ ഇപ്പം നമ്മളുടെ സിറ്റിയിലോട്ട് പോയാൽ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം അവിടെ ഈ പ്ലാൻ ലൈഫിൻ്റെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വി ഫീൽ എന്ത് പറ്റും, നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, നമ്മുടെ ബോഡി സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ പ്ലാൻ ലൈഫിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ എന്താക്കുന്നു, വൈബ്രൻ്റ് ആക്കുന്നു. നമ്മുടെ ബോഡിയെ വൈബ്രൻ്റ് ആക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷനുണ്ട്. ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളിതെല്ലാം മൈക്രോസ്കോപ്പിനടുത്ത് നോക്കി ഈ പ്രോട്ടീനുണ്ട്, ആ പ്രോട്ടീനുണ്ട്, ഇതെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് വേണ്ടതാണ് എന്ന് നോക്കി കഴിച്ചാൽ നമ്മൾ ഹെൽത്തി ആവുമോ? ആകത്തില്ല. മനസ്സിലായോ? നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഇന്നതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കൊടുത്താൽ ആ വ്യക്തി ഹെൽത്തി ആകത്തില്ല. യു ഹാവ് ടു ബി വിത്ത് ദ പ്ലാന്റ്സ്. അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് നമുക്കിതിന് ഇൻ്റലിജൻസ് ഉണ്ടാകുന്നത്? പ്ലാന്റ്സ് ഭയങ്കര പവർഫുള്ളാണ്. പ്ലാന്റ്സ് ഭയങ്കര പവർഫുള്ളാണ്. കാരണം മനുഷ്യൻ എന്തെല്ലാം രീതിയിൽ